നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപ കർമ്മത്തിന് പ്രതിക്രിയയാകുമോ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഈ വരികൾ ഹൈക്കോടതി കുറിച്ചത്. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മുരാരി ബാബു ക്യാൻസർ രോഗബാധിതനായി മരിച്ചു. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മുരാരിയുടെ മരണം. 61 വയസ്സ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പെടുന്നതിന് തൊട്ടു മുൻപ് വരെ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു മുരാരി ബാബു. നീണ്ട 90 ദിവസം മുരാരി ബാബു ജയിലിൽ കിടന്നു. പുറത്തിറങ്ങി അധികം കഴിയാതെ ക്യാൻസർ രോഗബാധ തിരിച്ചറിഞ്ഞു. നിശ്ചിത സമയത്തിനകം അന്വേഷണ സംഘം കുറ്റപത്രം നൽകാതിരുന്നതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തെ വേട്ടയാടി. ആദ്യമെല്ലാം വെറും ഗ്യാസിന്റെ പ്രശ്നമാണെന്ന് കരുതി. ശരീരം പെട്ടെന്ന് മെലിഞ്ഞുണങ്ങാൻ തുടങ്ങി. ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി ഇടവേളകളിൽ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണം. ഓരോ തവണ വരുമ്പോഴും വല്ലാതെ മെലിയുന്നു. മുരാരി ബാബുവിനോട് പോലീസുകാർ തന്നെ ചോദിച്ചു, എന്തെങ്കിലും അസുഖമുണ്ടോ? ദഹനക്കേടിൻ്റെ പ്രശ്നമാണ്, മാനസിക സമ്മർദ്ദമാണ് എന്നൊക്കെ മുരാരി ബാബു പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഒപ്പിടാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ മുരാരി ബാബുവിനോട് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ എന്ന് പോലീസുകാർ. തനിക്ക് അർബുദ രോഗമാണെന്നും അവസാന ഘട്ടത്തിലായി എന്നും മുരാരി ബാബു പോലീസുകാരോട് വെളിപ്പെടുത്തി. എല്ലാം അയ്യപ്പൻ നേരിട്ട് നൽകിയ ശിക്ഷയാണ്, ഞാനൊന്നും അറിഞ്ഞില്ല. രോഗം തിരിച്ചറിഞ്ഞുടൻ കൊച്ചിയിൽ അമൃത ആശുപത്രിയിലേക്ക് അദ്ദേഹം പോയി. അടിയന്തര ശസ്ത്രക്രിയ നിശ്ചയിച്ചു. എന്നാൽ അതിനു മുൻപേ മരണം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. മുരാരി ബാബു പറയാൻ ബാക്കി വെച്ചത് എന്തൊക്കെയാണ്? മുൻപ് സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുമ്പോൾ അന്ന് മുരാരി ബാബു പറഞ്ഞ ചില വാക്കുകൾ ഇപ്പോൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. എന്നെ കൊണ്ടിത് ചെയ്യിപ്പിച്ചതാണ്. ഇതായിരുന്നു മുരാരി ബാബുവിൻ്റെ മറുപടി. പോലീസിന് നൽകിയ ആദ്യ മൊഴിയും തന്നെ കൊണ്ടിത് ചെയ്യിപ്പിച്ചതെന്നായിരുന്നു. SIT കെണിവെച്ച് മുരാരി ബാബുവിനെ വീഴ്ത്തി ചോദ്യം ചെയ്തപ്പോൾ സ്വർണ്ണക്കൊള്ളക്കേസിലെ തലതൊട്ടപ്പന്മാർ വീഴുമെന്നാണ് പൊതുവെ കേരളം കരുതിയത്. സ്വർണ്ണക്കൊള്ളയുടെ റൂട്ട് മാപ്പ് അടക്കം അന്ന് മുരാരി ബാബു ആദ്യഘട്ടത്തിൽ വെളിപ്പെടുത്തി. ശബരിമല രജിസ്റ്ററിൽ സ്വർണ്ണപ്പാളി എന്നത് മാറ്റി ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തിയത് ഉന്നതരുടെ നിർദ്ദേശപ്രകാരമെന്നായിരുന്നു മുരാരി ബാബു അന്വേഷണ സംഘത്തിന് കൊടുത്ത മൊഴി. മുരാരി ബാബു സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായിരുന്നു എന്നത് ശരി. എല്ലാം ശാസ്താവിൻ്റെ ശിക്ഷയാണ്, അയാൾ ചെയ്തതിനാണ് അയാളിപ്പോൾ അനുഭവിച്ചത് എന്നൊക്കെ തലത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ കുറിപ്പുകൾ, വീഡിയോകൾ. അയാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് കോടതി നിശ്ചയിക്കട്ടെ. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിപ്പട്ടികയിൽ ചേർക്കപ്പെട്ട മുരാരി ബാബു തീർച്ചയായും സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ അതിലപ്പുറം ഒരുപക്ഷെ ഭയന്നും മറ്റു പലതും അദ്ദേഹം മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ടാവാം. ശാസ്താവിൻ്റെ ശിക്ഷയാണോ ഈ മരണമെന്ന് നമുക്കുറപ്പില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ മരണം ശാസ്താവിൻ്റെ ശാപമാണ് എന്നൊക്കെ പറയുന്നത്? ഏത് വേദഗ്രന്ഥവും പറയുന്ന ചില സത്യങ്ങളുണ്ട്. ദൈവം ആരെയും ശപിക്കില്ല. ദൈവഹിതത്തിനെതിരായി പെരുമാറുമ്പോൾ, ദൈവഹിതത്തിനെതിരെ തെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പ്രകൃതി നൽകുന്ന ചില ശിക്ഷകളുണ്ട്. സ്വർണ്ണക്കൊള്ളക്കേസിലെ കുറ്റപത്ര സമർപ്പണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മുരാരി ബാബുവിൻ്റെ മരണം. മുരാരി ബാബുവിനെ കുറിച്ച് ഒരുപാട് കഥകൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എല്ലാറ്റിനും ഒടുവിൽ ക്യാൻസർ രോഗം ബാധിച്ച് മുരാരി മരിക്കുമ്പോൾ ഇതൊക്കെ ശാസ്താവിൻ്റെ ശാപമാണെന്നും ശിക്ഷയാണെന്നും പറഞ്ഞു വെക്കേണ്ടതില്ല. ചങ്ങനാശ്ശേരി പെരുന്നയിലെ ഒരു സാധാരണ ചുറ്റുപാടിൽ നിന്നാണ് മുരാരി ബാബുവിൻ്റെ വളർച്ച. പിതാവിൻ്റെ ചെറിയ പെട്ടിക്കട. 1994 കേരള പോലീസിൽ കോൺസ്റ്റബിളായി മുരാരിക്ക് ജോലി ലഭിക്കുന്നു. കണ്ണൂരിൽ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. എന്നാൽ കഠിനമായ പരിശീലനം പൂർത്തിയാക്കാൻ മുരാരി ഇഷ്ടപ്പെട്ടില്ല. പോലീസ് കുപ്പായമൊക്കെ ഊരിവെച്ച് 1997 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജീവനക്കാരനായി കയറിക്കൂടി. ബോർഡിലെ പ്രമുഖ ഉദ്യോഗസ്ഥൻ്റെ വിശ്വസ്തനായി മാറിയ മുരാരി ബാബു വൈകാതെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ക്ലർക്കായി സ്ഥിര നിയമനം. തുടർന്ന് വൈക്കം, തിരുനക്കര ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളുടെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ. പിന്നീട് ശബരിമലയിലേക്കുള്ള മുരാരിയുടെ വളർച്ച. ചുരുക്കിയ കാലത്തെ ദേവസ്വം ജോലിയിലൂടെ അദ്ദേഹം കോടികളുടെ അവിഹിത സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് SIT കണ്ടെത്തിയത്. ശബരിമലയിൽ വൻ സ്വർണ്ണ കവർച്ച നടന്ന 2019 പെരുന്നയിലെ തറവാട് പൊളിച്ച് 2 കോടിയുടെ വലിയ ബംഗ്ലാവ് അവിടെ പണിതു മുരാരി ബാബു ജോലി ചെയ്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ വലിയ അഴിമതികളും ദുരൂഹതകളുമാണ് പിന്നീട് നമ്മൾ കേട്ടത്. ശബരിമല കൊള്ളയുടെ വലിയ വാർത്തകൾ ഏറെ ഞെട്ടിച്ചിരുന്നു മലയാളികളെ. തുടർന്ന് LDF സർക്കാർ തന്നെ നിലംപൊത്തി.
ശബരിമല കൊള്ളയുടെ പേരിൽ ഏറെ പ്രമുഖരാണ് ജയിലിഴയുന്നത്. വൈക്കം, ഏറ്റുമാനൂർ, തിരുനക്കര ഉത്സവങ്ങൾക്ക് ആനകളെ കരാറെടുക്കുന്നതിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് മുരാരി ബാബു നടത്തിയിരുന്നുവെന്ന് നേരത്തെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഭക്തർ വഴിപാടായി സമർപ്പിച്ച സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല കാണാതായ കേസിലും സ്ട്രോങ് റൂമിൽ നിന്ന് 6 സ്വർണ്ണ വെള്ളി ഉരുപ്പടികൾ കാണാതായി 16 ദിവസത്തിന് ശേഷം തിരികെ വന്ന സംഭവത്തിലും മുരാരി ബാബുവിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു. 2021 ജനുവരിയിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിലിലുണ്ടായ അഗ്നിബാധ ഒളിച്ചുവെച്ചു. ബോർഡിന്റെ അനുമതിയില്ലാതെ സ്വർണ്ണപ്രഭയിലെ നാഗപ്പത്തികൾ വിളക്കി ചേർത്തു. ആരോപണ വിധേയരായ ജീവനക്കാരെ ശബരിമല പോലുള്ള തന്ത്രപ്രധാന തസ്തികകളിൽ നിയമിക്കരുത് എന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കവേ ആണ് മുരാരി ബാബുവിന് ശബരിമലയിൽ ജോലി നൽകുന്നത്, അതും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി. ആദ്യം കോൺഗ്രസ് അനുകൂല സംഘടനയിലായിരുന്നു മുരാരി. പിന്നീട് CITU നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷനിലേക്ക് മാറി. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഏറ്റവും വലിയ വിശ്വസ്തനായി ഒരു കാലഘട്ടം മുഴുവൻ മുരാരി ബാബു നിറഞ്ഞു നിന്നു. NSSന്റെ പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം. പ്രമുഖ സമുദായ സംഘടനകളുടെയും ഉന്നത നേതാക്കളുടെയും ഒക്കെ പിന്തുണയോടെ ബോർഡിൽ പിടിപാടുണ്ടാക്കി. NSSുമായി ഏറെ അടുത്ത ബന്ധം. NSS മുൻ പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന N ഭാസ്കരൻ നായരുടെ ആശീർവാദത്തിലാണ് മുരാരി ദേവസ്വം ബോർഡിൽ വിളയാടിയത്. പോലീസ് കോൺസ്റ്റബിളായി ജോയിൻ ചെയ്യുന്നതിന് മുൻപ് വാച്ചർ ജോലിയും നോക്കിയിരുന്നു മുരാരി. വാച്ചർ ജോലി ഉപേക്ഷിച്ചു പോയ മുരാരിക്ക് പോലീസിലെ കടുത്ത പരിശീലനം വലിയ ഭയമായി. പോലീസ് ജോലി വേണ്ടെന്ന് വെച്ച് ഭാസ്കരൻ നായരെ വന്നു കണ്ട മുരാരിയെ ഭാസ്കരൻ നായരാണ് ദേവസ്വം ബോർഡ് ജോലിയെക്കുറിച്ച് പറഞ്ഞ് ബോധവൽക്കരിച്ചത്. ഭാസ്കരൻ നായരുടെ ഗുമസ്തനായിരുന്നു മുരാരി ബാബുവിൻ്റെ കൊച്ചച്ഛൻ. ഇതാണ് ഭാസ്കരൻ നായരിലേക്ക് മുരാരി അടുക്കാനുള്ള കാരണം. ഭാസ്കരൻ നായരുടെ സഹായിയായി ആദ്യം കയറിപ്പറ്റി, പിന്നീട് ക്ലർക്കായി മാറി. ഭാസ്കരൻ നായരുടെ ഇടപെടലിലാണ് സ്ഥിരം ജോലിയിലേക്ക് കയറിയത്. പിന്നീട് പലവിധ പ്രമോഷനുകളിലൂടെ ഒടുവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. പലചരക്ക് കടക്കാരൻ്റെ മകൻ തേക്ക് കൊട്ടാരം പണിതു എന്ന തലത്തിലായിരുന്നു മുരാരി ബാബുവിന്റെ ബംഗ്ലാവിനെ കുറിച്ചുള്ള കഥകൾ ആ മേഖലയിൽ പരന്നത്. ശബരിമല സ്ത്രീ പ്രവേശന വിവാദങ്ങൾക്കിടയിൽ പെരുന്ന NSS ആസ്ഥാനവുമായി വളരെ അടുത്തു. പിന്നീട് കരയോഗം പദവിയിലും മുരാരി എത്തി. ചങ്ങനാശ്ശേരി പെരുന്നയിൽ ഒരു ചെറിയ കടയായിരുന്നു മുരാരിയുടെ പിതാവിന്. ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയതിനു ശേഷം വലിയ സമ്പാദ്യം മുരാരിക്കുണ്ടായി എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. മുരാരി ബാബു വീട് നിർമ്മിച്ചതും ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നതും ഒരേ കാലഘട്ടത്തിൽ. നിരവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി. 2019 ശബരിമലയിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ പുറത്ത് കടത്തി സ്വർണം കവർന്ന കേസിലാണ് മുരാരി പിന്നീട് അറസ്റ്റിലായത്. സ്വർണ്ണപ്പാളി ചെമ്പാണ് എന്ന രേഖ തിരുത്തിയെഴുതി എന്ന് മാത്രമല്ല, ഈ തട്ടിപ്പിന് മുരാരി ബാബു കൂട്ടുനിന്നു എന്ന് SIT കണ്ടെത്തി. എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും അനുമതി നൽകാതെ ഒരു പ്രവൃത്തിയും അവിടെ നടക്കില്ല എന്നായിരുന്നു മുരാരിയുടെ വാദം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കടത്തിയതും മുരാരി ബാബു വീട് നിർമ്മിച്ചതും ഒരേ വർഷമാണ് എന്ന കണ്ടെത്തൽ മുരാരിക്കെതിരെയുള്ള ശക്തമായ തെളിവായി. തുടർന്ന് പെരുന്നയിലെ വീട്ടിൽ വിശദമായ റെയ്ഡ് നടത്തി SIT. ക്ഷേത്ര ആവശ്യങ്ങൾക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീട്ടുപണിക്കുള്ള തേക്ക് തടി മുരാരി ബാബു വാങ്ങിയെടുത്തു എന്ന് SIT കണ്ടെത്തി. തിരുനക്കര, ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലേക്കും ദേവസ്വം ഗസ്റ്റ് ഹൗസിലേക്കുമുള്ള പണികൾക്കായി തേക്ക് തടികൾ മുരാരി ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ വനം വകുപ്പിന്റെ കോട്ടയം നട്ടാശ്ശേരിയിലുള്ള തടി ഡിപ്പോയിൽ നിന്നാണ് തേക്ക് തടി ഇയാൾ കൈപ്പറ്റിയത്. എന്നാൽ തിരുനക്കരയിലും ഏറ്റുമാനൂരിലുമൊന്നും ഇത്രയധികം തേക്ക് തടി വെച്ചുള്ള പണികൾ നടന്നില്ല എന്ന് SIT കണ്ടെത്തി. 2019 സന്നിധാനം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരിക്ക് സ്വർണ്ണ കവർച്ച കേസിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് SIT കണ്ടെത്തി. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ പാളികളാണ് സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പടിയിലും തെക്ക് വടക്ക് മൂലകളിലെ തൂണുകളിലുമുള്ളത് എന്ന് മുരാരി ബാബുവിന് വ്യക്തമായി അറിയാമായിരുന്നു. എന്നിട്ടും കത്തുകൾ, റിപ്പോർട്ടുകൾ, മകസറുകൾ എന്നിവയിൽ ചെമ്പുപാളി എന്ന് മുരാരി എഴുതി വെച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി പാളികൾ കൊണ്ടുപോയി 39 ദിവസത്തിന് ശേഷമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ അവ നൽകുന്നത്. ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ, വിവരം മുരാരി ബാബുവിനുണ്ടായിരുന്നു. മുരാരി ബാബുവിന്റെ മരണം കേസന്വേഷണത്തെ ബാധിക്കില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നു. മറുവശത്ത് മുരാരി ബാബുവിന്റെ മരണം നമ്മോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മുരാരി ബാബു എന്തൊക്കെ മൊഴികളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഏറ്റവും നിർണായക മൊഴി ഒരുപക്ഷെ മുരാരിയുടേത് തന്നെയാവാം. തൻ്റെ തലയ്ക്ക് മുകളിൽ
പല തലതൊട്ടപ്പന്മാരും ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുണ്ട് എന്നൊരിക്കൽ കേരളത്തോട് പറഞ്ഞ മുരാരി ബാബു എന്തൊക്കെയാണ് മനസ്സിൽ ഒളിപ്പിച്ചത്? ഏതു മരണവും മരിക്കുന്നയാളുടെ ഉറ്റ ബന്ധുക്കളെ സംബന്ധിച്ച് വലിയ വേദന തന്നെയാണ്. മുരാരി ബാബുവിൻ്റെ മരണം ദൈവം കൊടുത്ത ശിക്ഷയാണോ, ശാസ്താവിൻ്റെ ശാപമാണോ? ഇത്തരം ചർച്ചകളിലേക്ക് കടക്കാനുള്ള ഒരു ഘട്ടമല്ലിത്. മറുവശത്ത് മുരാരി ബാബു ഇനിയില്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയുന്നു. മുരാരിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അക്കവിട്ട് തെളിവിട്ട് നിരത്തി അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുണ്ട്. കോടതി അന്തിമ വിധി പറയട്ടെ. കോടതിയുടെ അന്തിമ വിധി വരുവോളം മുരാരി ബാബു പ്രതിപ്പട്ടികയിലുള്ള ഒരാളാണ്. അയാൾക്കും അയാളുടേതായ എന്തെങ്കിലുമൊക്കെ ഭാഗമുണ്ടാവാം. ഒരുപക്ഷെ ആരോടും പറയാതെ കടന്നുപോയ മുരാരി പല സത്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ടാവാം. തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും നടത്തി പണം വെട്ടിപ്പിടിക്കുമ്പോൾ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. അതുതന്നെയാണ് മുരാരിയുടെ മരണം കേരളത്തോട് പറയുന്നതും. ചിലർ ദൈവത്തെ കൊള്ളയടിക്കുന്നു, ചിലർ മനുഷ്യരെ കൊള്ളയടിക്കുന്നു. അന്യായമായി തട്ടിപ്പ് നടത്തി പണം നേടാൻ മറ്റുള്ളവരെ കൊന്നൊടുക്കുന്നു. അവർക്കൊക്കെ കാലം കാത്തുവെച്ച ഒരു ശിക്ഷയുണ്ട്. ആ ശിക്ഷാവിധിക്കപ്പുറം എല്ലാ മനുഷ്യനും തിരിച്ചറിയേണ്ട ചില സത്യങ്ങളുണ്ട്. ആ കൊള്ള മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അവസാന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉപകരിക്കില്ല. ദൈവത്തെ കൊള്ളയടിച്ചാലും മനുഷ്യരെ കൊള്ളയടിച്ചാലും മനുഷ്യരുടെ കണ്ണീരിൽ നിങ്ങൾ പല തട്ടിപ്പുകളിലൂടെ പണമുണ്ടാക്കിയാലും എല്ലാം ഒടുങ്ങുന്നതൊടുവിൽ ഒരു ചിതയിലോ 6 അടി മണ്ണിലോ. അവിടേക്ക് തന്നെയാണ് ഓരോ മനുഷ്യനും നടന്നു നീങ്ങുന്നത്. ചിലരുടെ യാത്ര നേരത്തെ, ചിലർ കുറച്ചുകൂടി ഈ ലോകത്തിൽ അനുഭവിക്കാനുണ്ടാവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.